ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. +2 ഇക്കണോമിക്സിലെ മാക്രോ സെക്ഷനിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട 8 മാർക്കിൻ്റെ രണ്ട് ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. മൈക്രോ ഇക്കണോമിക്സിൽ നിങ്ങൾ പഠിക്കേണ്ട 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കാണാം. ഒപ്പം ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സും മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കാണാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാക്രോ ഇക്കണോമിക്സിൽ നിന്ന് 8 മാർക്കിന് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. രണ്ട് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 8 മാർക്കിന് മാക്രോയിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ആ 2 ക്വസ്റ്റ്യൻസ് എത്രയും വേഗം പഠിക്കാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചെയ്യാം. ആദ്യമായിട്ട് മിസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് വൺ, സെക്കൻഡ് ചാപ്റ്റർ മാക്രോ ഇക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററിലെ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ഇത് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് GDP എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ ആൻസർ. ഒരുപാട് കുട്ടികൾക്ക് മിസ്റ്റേക്ക് വരും, നാഷണൽ ഇൻകം GDP തമ്മിൽ ശരിയാണോ, ഓക്കെ ആണോ, അല്ലെങ്കിൽ സെയിം ആണോ എന്നൊക്കെ സംശയം ഉണ്ടാവാം. ഇപ്പോഴേ പറഞ്ഞു തരാം, രണ്ടും സെയിം ആണ്. ഓക്കെ, 3 മെത്തേഡ് ആണുള്ളത്: എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് പ്രോഡക്റ്റ് മെത്തേഡ്. ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 അല്ലെങ്കിൽ 4 മാർക്ക് വരെയാണ് മാക്സിമം കിട്ടുള്ളൂ. ഇങ്ങനെയല്ല എഴുതേണ്ടത്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്താണെന്ന് എഴുതണം. എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ, ഒരു നാഷണലിലെ എല്ലാ എക്സ്പെൻസ് സൈഡുകളും, എല്ലാ എക്സ്പെൻസ് പറയുമ്പോൾ 4 സെക്ടേഴ്സ്: ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ, ഇവരുടെ എല്ലാ എക്സ്പെൻസസുകളും കൂട്ടിക്കഴിഞ്ഞാൽ നാഷണൽ ഇൻകം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഹൗസ് ഹോൾഡിൻ്റെ എക്സ്പെൻസ് നമ്മൾ വിളിക്കുന്ന പേര് കൺസംഷൻ എന്നാണ്, കൺസംഷൻ. ദെൻ ഫേമിൻ്റെ നമ്മൾ അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗവൺമെൻറ്റിൻ്റെ നമ്മൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആണ്. X-M എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സെക്ടറിലെ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഘടകങ്ങളും എടുത്തെഴുതി ഈ ഒരു ബോക്സിലാക്കിയിട്ട് അതിൻ്റെ ഇക്വേഷനൊക്കെ എഴുതണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 2 മാർക്ക് കിട്ടും. ഓക്കെ, അതായത് എക്സ്പ്ലനേഷൻ, ഇക്വേഷൻസിനൊക്കെ മാർക്ക് കിട്ടും. രണ്ടാമത്തെ സെക്ഷനാണ് ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് എന്ന് വെച്ചാൽ ഇവിടെ ഇൻകം സൈഡ് ഓഫ് കൺട്രി ആണ്. ഇവിടെ ഓൾ ഇൻകംസ് അറൈസസ് ഫ്രം ഫാക്ടർ പേയ്മെന്റ്സ് ആസ് ഫാക്ടർ സർവീസസ്. അതായത് ഫാക്ടർ സർവീസസ് ആയ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ, ഇവർക്കൊക്കെ കിട്ടുന്ന ഫാക്ടർ പേയ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? ലാൻഡിന് കിട്ടുന്നത് എന്താണ്? ലാൻഡിന് നമുക്ക് കിട്ടുക റെൻ്റാണ്. ലേബറിന് നമുക്ക് വേജസ് ആണ് കിട്ടുക. ക്യാപിറ്റലിന് നമുക്ക് കിട്ടുക ഇൻട്രസ്റ്റ് ആണ്. ഓർഗനൈസേഷന് പ്രോഫിറ്റ് ആണ്. ഈ ഫാക്ടർ സർവീസസ് അല്ലെങ്കിൽ ഫാക്ടർ ഇൻകം, എല്ലാ ഇൻകംസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ ഇൻകം കിട്ടുന്നതാണ് പറയുന്നത്. സോ ദിസ് മെത്തേഡ് ഓൾ ഇൻകംസ് ആർ ടു ബി ആഡഡ് വിത്ത് ദ സം ഓഫ് വാല്യൂ. അപ്പോൾ GDP ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെന്ന് എഴുതണം? W+P+R+I എന്ന് എഴുതണം. ദെൻ പ്രോഡക്റ്റ് മെത്തേഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഗ്രോസ് വാല്യൂ ആഡഡിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, ഗ്രാസ് വാല്യൂ ആഡഡ്. ഇവിടെ ഓരോ സിംഗിൾ യൂണിറ്റ് എത്രത്തോളം പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉണ്ടോ, ഇപ്പോൾ ഒരു കൺട്രിയിലെ എത്ര പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ടോ അത്രയും പ്രൊഡക്ഷൻ യൂണിറ്റുകളുടെ വാല്യൂസ്, അതിന് നമ്മൾ സിഗ്മ സം ഓഫ് അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് I=1 അപ് ടു N എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതായത് 1ാമത്തെ യൂണിറ്റിൻ്റെ GVA പ്ലസ് 2ാമത്തെ യൂണിറ്റിൻ്റെ GVA പ്ലസ് 3ാമത്തെ യൂണിറ്റിൻ്റെ GVA, അങ്ങനെ അപ് ടു N എത്രത്തോളം ഉണ്ടോ അതെല്ലാം കൂടി കൂട്ടി കിട്ടിയതാണ് പ്രോഡക്റ്റ് മെത്തേഡ് പ്രകാരമുള്ള നമ്മുടെ നാഷണൽ ഇൻകം. നല്ല തറവായിട്ട് പഠിക്കണം. ജസ്റ്റ് പാസ്സാവാൻ പഠിക്കാൻ ഇത്രയും കൽപ്പൊന്നും ഇല്ലാത്ത കുട്ടികൾ മിസ്സിൻ്റെ ഈ ഒരു നോട്ട് ജസ്റ്റ് പഠിച്ചു വെക്കുക. ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് മിസ് ഇതിൻ്റെ നോട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, അത് മാത്രം അതിൽ പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ 3 മെത്തേഡുകളും നല്ല പോലെ അറിഞ്ഞിരിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, ഒരു തിയറി, കംപ്ലീറ്റ്ലി തിയറി ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് എഴുതി വെച്ചാൽ മതിയാവും കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തേതായിട്ട് മിസ് എടുത്ത 8 മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയാനുള്ളത്, ഇതുവരെ ചോദിച്ചതിലൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ, RBIയുടെ ഫംഗ്ഷനും പോളിസി ഇൻസ്ട്രുമെൻറ്റും ആണ്. രണ്ടും ഇത് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് 8 മാർക്കിനാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ RBIയുടെ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഒരു 6, 7, 8ഓളം ഫംഗ്ഷൻസ് ഉണ്ട്. അതിലൊരു 4-5 ഫംഗ്ഷൻസോളം നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കാം. 5 ഫംഗ്ഷൻസോളം നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കുക. പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് 2 മെത്തേഡ് പ്രകാരമുണ്ട്, ക്വാളിറ്റേറ്റീവും ആൻഡ് ക്വാണ്ടിറ്റേറ്റീവും. ഈ ക്വാളിറ്റേറ്റീവിലുള്ള മെത്തേഡുകൾ, ക്വാണ്ടിറ്റേറ്റീവിലുള്ളത് ആദ്യം ഇതുപോലെ കാണിക്കാം. മിസ് ഇതിൻ്റെ നോട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ക്രാഷ് ബാച്ചിലുള്ള സ്റ്റുഡൻസിനെ, അതുപോലെ തന്നെ ലാസ്റ്റ് ജോയിൻ ചെയ്ത മിസ്സിൻ്റെ സ്റ്റുഡൻസിന് കൊടുത്തിരുന്നു ഇതിൻ്റെ നോട്ട്. അത് അതേപോലെ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ആ 8 മാർക്ക് ഷുവർ ആണ്. ഓക്കെ, അതിൻ്റെ ആൻസർ ഒന്ന് നമുക്ക് നോക്കി നോക്കാം.
ഓക്കെ, അപ്പൊ മിസ് കൊടുത്ത നോട്ടിൽ എങ്ങനെയാണ് നമുക്ക് ഇതിൽ 8 മാർക്ക് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. RBI എന്താന്ന് ഏതാ? ഇറ്റ് ഈസ് അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൺട്രീസ് മോണിറ്ററി സിസ്റ്റം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കമ്മിറ്റി എക്സിസ്റ്റ് ഇൻ 1935. ഫംഗ്ഷൻസ് നോട്ട് ഡൗൺ ചെയ്തതുപോലെ എന്ത് ചെയ്ത് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. 8 ഫംഗ്ഷൻസ് ഉണ്ട്. എക്സ്പ്ലനേഷൻ കിട്ടാത്ത കുട്ടികൾ എങ്ങനെയെങ്കിലും എഴുതി വെക്കുക. ഇഷ്യൂ ഓഫ് കറൻസി, ബാങ്കേഴ്സ് ബാങ്ക് ആണ്. ഇഷ്യൂ ഓഫ് കറൻസിയിൽ എന്താ എക്സെപ്റ്റ് 1 rupees നോട്ട്, അതായത് 1 rupeeയുടെ നോട്ട് അല്ലെങ്കിൽ 1 rupeeയുടെ കോയിൻ ഒഴികെ, അതായത് ഫിനാൻസ് മിനിസ്ട്രി ആണ് 1 rupeesന്റെ നോട്ട് അച്ചടിക്കുന്നത്. ആ 1 rupee നോട്ട് കോയിൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ കറൻസിയും ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. ബാങ്കേഴ്സ് ബാങ്ക് എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ബാങ്കാണ്. ബാങ്കർ ടു ദി ഗവൺമെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ എന്ത് തീരുമാനങ്ങൾ വന്നാലും അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ RBI-നെയാണ് അവർ അപ്രോച്ച് ചെയ്യുക. ദെൻ കൺട്രോളർ ഓഫ് മണി സപ്ലൈ, അതായത് നമ്മുടെ ഇന്ത്യയിലെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും RBI ആണെന്ന് എഴുതാം. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് ഫോറിൻ എക്സ്ചേഞ്ചുകളായ ഫോറിൻ കറൻസീസ്, എക്സാമ്പിൾസ് നമുക്കിപ്പോൾ ഡോളർ ആവാം, അതല്ലെങ്കിൽ പൗണ്ട് ആവാം, അല്ലെങ്കിൽ റുപ്പീസ്, നമ്മുടെ റുപ്പീസിന് തുല്യമായിട്ടുള്ള ഫോറിൻ കറൻസീസ് എല്ലാം സൂക്ഷിച്ചെടുത്ത് വെക്കുന്ന ഒരാളാണ് RBI. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ അവസാന കച്ചിത്തിരുമ്പ് ആരാണ്? RBI ആണ്. ദെൻ നാഷണൽ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്ലെയിമുകളെല്ലാം കിട്ടണം, മ്യൂച്വൽ ക്ലെയിംസ് ഒക്കെ വേണം, നമ്മുടെ ഗവൺമെന്റുമായിട്ട് ഇടപെട്ട് എന്തെങ്കിലും ക്ലെയിം ഒക്കെ കിട്ടാനുണ്ട് എങ്കിൽ നമുക്ക് നാഷണൽ ക്ലിയറിംഗ് ഹൗസ് പോലെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ RBI ആണ്. നമുക്കല്ല കേട്ടോ, നമ്മുടെ നമ്മുടെ കൺട്രിക്ക് വല്ല ക്ലെയിമുകളൊക്കെ വേണം, അതായത് പുറത്തുള്ള കൺട്രിയുമായിട്ട് എന്തെങ്കിലും ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ അവരാണ് നമുക്ക് തരാം. ദെൻ പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ ഇൻഫോർമേഷൻ അബൌട്ട് കറൻസീസ്, അവർ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എല്ലാം കൊടുക്കുന്നത് ആരാണ്? RBI ആണ്. നമുക്കറിയാമല്ലോ, ഡിമോണിറ്റൈസേഷൻ എല്ലാം ചെയ്തത് RBIയുടെ ഒരു തീരുമാനപ്രകാരമാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ 8 ഫങ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേണം നമ്മൾ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് ഓഫ് മണി സപ്ലൈ അല്ലെങ്കിൽ ടൂൾസ് ഓഫ് RBI എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 2 സെക്ഷനായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവിലെ ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ലീഗൽ റിസർവ് റേഷ്യോ, SRR, CLR ഒക്കെ എഴുതാം. ദെൻ ക്വാളിറ്റേറ്റീവില് മാർജിനൽ റിക്വയർമെന്റ്, മോറൽ സുവേഷൻ, സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഇതിൽ ബാങ്ക് റേറ്റിംഗ്, ഇതിൽ നിന്ന് നമുക്ക് 8 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 4 എണ്ണം 3 എണ്ണോ അല്ലെങ്കിൽ 5 എങ്ങാനും വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്ത് വെക്കാം. നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് ജസ്റ്റ് കാണിക്കണേ. ബാങ്ക് റേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദി റേറ്റ് അറ്റ് വിത്ത് ദ സെൻട്രൽ ബാങ്ക് ലെൻഡ് മണി ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ആസ് ദ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുന്നത് RBI ആണ്. അവർ കൊടുക്കുന്ന ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അത് ഇൻഫ്ലേഷന്റെ സമയത്ത് RBI അത് കൂട്ടുന്നു, ഡിഫ്ലേഷന്റെ സമയത്ത് RBI അത് കുറയ്ക്കുന്നു. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താ? ഇറ്റ് റെഫേഴ്സ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ ദി RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. ഇൻഫ്ലേഷന്റെ സമയത്ത് വിൽക്കുകയും ഡിഫ്ലേഷന്റെ സമയത്ത് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുക. 2 എണ്ണം കഴിഞ്ഞു. ദെൻ ലീഗൽ റിസർവ് റേഷ്യോ എന്ന് പറയുമ്പോൾ SRR-ഉം CRR ആണ്. CRR എന്താ? ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. എന്ന് വെച്ചാൽ RBIയുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയിൽ സൂക്ഷിച്ചു വെക്കുന്ന ആ റിസർവ് മണീനെയാണ് നമ്മൾ ഏത് റേഷ്യോയിലാണ് അവർ സൂക്ഷിച്ചു വെക്കുന്നത് ആ റേഷ്യോനാണ് നമ്മൾ CRR, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മണി കെപ്റ്റ് ഇൻ RBI ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. അത് അവരുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിനനുസരിച്ചിട്ടാണ് കെപ്റ്റ് ചെയ്യുക. അതിൻ്റെ പെർസെൻറ്റേജ് മേ ബി ഡിക്രീസ് ഓർ ഇൻക്രീസ് അക്കോർഡിംഗ് ടു ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ സമയത്ത് കൂടുകയും ഡിഫ്ലേഷൻ്റെ സമയത്ത് കുറയുകയും ചെയ്യും. SLR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ ലിക്വിഡ് അസറ്റ്. ലിക്വിഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ഗോൾഡ്, ബോണ്ടോ, സെക്യൂരിറ്റീസ് ഒക്കെ ആയിട്ട് നമ്മൾ റിസർവ് പോലെ എടുത്തു വെക്കുക. കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫോം ഓഫ് സ്പെസിഫൈഡ് ലിക്വിഡ് അസറ്റ് ആസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അത് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ഇൻഫ്ലേഷൻ്റെ സമയത്ത് കൂട്ടാൻ, ഡിഫ്ലേഷൻ്റെ സമയത്ത് കുറയ്ക്കാം. മാർജിനൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ എമൗണ്ട് ഓഫ് ലോൺ ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ് ബൈ ബോറോവർ എഗെയിൻസ്റ്റ് ലോൺ. അതായത് നമ്മുടെ ലോണിൻ്റെ ഒരു നമ്മൾ കടം വാങ്ങിയതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ഒപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ഓഫ് ലോണിൻ്റെ മാർക്കറ്റ് വാല്യൂ നമ്മളുടെ ഡിഫറൻസ് ആണ്. ഇതും നമുക്ക് ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഇൻക്രീസ് ചെയ്ത് ഡിഫ്ലേഷൻ്റെ സമയത്ത് കുറയ്ക്കുന്നു. മോറൽ സുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBIയുടെ പ്രഷറാണ് ബാക്കിയുള്ളവർ. അതെന്തായത് ആക്ട് അക്കോർഡിംഗ് ടു മാനർ വിത്ത് ദ പോളിസി.
അതായത് അവരുടെ പോളിസി ബേസ് അനുസരിച്ചിട്ട് നിങ്ങൾ പ്രഷറും പെർസുവേഷൻ ചെയ്യുക. അതായത് ബാക്കിയുള്ള ബാങ്കുകളോട് പ്രഷർ ചെയ്യുക, ലോണ് കൊടുക്കണമെന്നും കൊടുക്കണ്ടെന്നൊക്കെ ഒരു പ്രഷറുണ്ട്, മോറൽ സുവേഷനൊക്കെ പോലെ. ഒരു മൊറാലിറ്റി അനുസരിച്ച് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് വെച്ചാൽ RBI ഗീവ് ഡയറക്ഷൻ ടു അതർ ബാങ്ക് ടു ഗീവ് ഓർ നോട്ട് ഗീവ് ക്രെഡിറ്റ് ഫോർ സർട്ടൻ പർപ്പസ് ഓഫ് സെക്ഷൻ. അതായത് സം ബാക്ക്വേർഡ് ഏരിയയിലേക്കൊന്നും ലോണ് കൊടുക്കണ്ട, തിരിച്ചടവ് ഇപ്പോൾ ബാഡ് അപ്റ്റ് ഒന്നും ഇല്ല വെച്ചെങ്കിൽ കൊടുക്കണ്ട എന്ന് പറയാം. സോ അതിനെയാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയാം. അപ്പോൾ ഇത് നിങ്ങൾ ഇതേപോലെ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി, നിങ്ങൾക്ക് 8 മാർക്ക് ഷുവറാണ്. ഇതൊന്ന് കാണിക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ വേഗം പോയിട്ട് പഠിക്കുക. 8 മാർക്കിന് നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മൈക്രോയിൽ നിന്നും മാക്രോയിൽ നിന്നും മിക്സ് ചെയ്ത് മൊത്തം ഒരു 8 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇത് തന്നെ പഠിച്ചാൽ ഒരുപാട് മാർക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എത്രയും വേഗം പഠിക്കുക. കാണാത്ത ചാനലുകൾ, അതായത് നമ്മുടെ ചാനലിൽ കാണാത്ത വീഡിയോകളുണ്ടെങ്കിൽ മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. കാരണം നമുക്ക് ഒരു ദിവസമാണേ ഉള്ളൂ, പക്ഷെ ഒരു ദിവസത്തിൽ നമ്മൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് വരുന്നുണ്ട്. നമുക്ക് അന്നത്തെ ദിവസത്തേക്ക് പ്രോബ്ലംസും അതുപോലെ തന്നെ കർവുകളെല്ലാം മിസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാസ് മാർക്കിനുള്ളത്, ഡബിൾ പാസിനുള്ളത് ഒക്കെ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ എവ്രി വൺ, താങ്ക് യു സോ മച്ച്.